ദൈവത്തിന് സ്തോത്രം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അത് ഗുഡ് ഈവനിങ് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് തന്ന അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം അടിയെ ഘോഷിക്കുമ്പോൾ അങ്ങനെയുള്ള വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നുണ്ട്. സ്തുതിക്കും. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ. അങ്ങയുടെ വചനം വെളിപ്പാടായി മാറട്ടെ. അങ്ങയുടെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശുക്രിസ്തുവിനാൽ തന്നെ. ആമേൻ. അപ്പം നമുക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളി. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളി. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് രണ്ട് കാര്യം ഇതിൽ നിന്ന് മനസ്സിലായി. നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളി. എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളി. അപ്പം എന്താണ് കേൾക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കിയത് വളരെ ശ്രദ്ധയോടെ, വളരെ ഒരു ദാഹത്തോടെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വായിച്ചതിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുക. എന്താണ് കേൾക്കേണ്ടത്? ദൈവമായ യഹോവയുടെ വാക്ക്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു. ഇതാണ് കർത്താൻ നമ്മളോട് ഇന്ന് പറയാനുള്ള ദൂത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കും. അപ്പം നമുക്ക് ചോദ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണങ്ങൾ കേൾക്കാം. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേക വാക്കുകൾ, അനേക ശബ്ദങ്ങൾ നാം കേൾക്കും. ലോകത്തിൻ്റെ സാഹചര്യത്തിൻ്റെ വാക്കുകൾ നാം കേൾക്കും. സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ റീസണിങ് അനുസരിച്ചുള്ള വാക്കുകൾ കേൾക്കും. പിശാചിൻ്റെ വാക്കുകൾ കേൾക്കും. പക്ഷേ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന ഇതാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കും. ഇതിനോട് ബന്ധപ്പെട്ട് ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഇതനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഓ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹവ്വ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ കേട്ടത് ദൈവത്തിൻ്റെ വാക്കുകൾ അല്ലായിരുന്നു, മറിച്ച് പിശാചിൻ്റെ വാക്കുകളായിരുന്നു. അതുമാത്രമല്ല, ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വൃക്ഷത്തിലെ ഫലങ്ങൾ തിന്നരുത്. കർത്താവ് പറഞ്ഞ വാക്കിനെ മാറ്റി നിർത്തി
അത് കേൾക്കാതെ പിശാചിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടു അനുസരിച്ചു. അതുകൊണ്ട് എന്തു വേണ്ടി? മരണം മനുഷ്യനിൽ വന്നു, മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയി. പിശാച് നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞേക്കാം, സാഹചര്യം നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. എന്നോട് ഒന്നിച്ച് വേറൊരു ഉദാഹരണം നമുക്ക് കാണാം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. സാത്താൻ ഇസ്രായേലിന് വിരോധമായി എണീറ്റു, അഥവാ ദൈവജനത്തിന് വിരോധമായി എണീറ്റു ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അഭിഷിക്തനായ ദാവീദ്, രാജാവായ ദാവീദിൻ്റെ ഉള്ളിൽ പിശാച് ഒരു പ്രേരണ കൊടുത്തു. എണ്ണുക, നിന്റെ ആൾബലം എത്രയെന്ന് അറിയുക, ഒരു പ്രേരണ കൊടുത്തു. ദാവീദ് പിശാചിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മുഴുവനും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വന്നു. നമ്മൾ ഈ വേദഭാഗമാണോ ശമൂവേലിൻ്റെ വേദഭാഗമാണോ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, യോവാബ് ഇതിനെ എതിർക്കുന്നു. പക്ഷെ ദാവീദ് ആ എതിർപ്പിനെ ഓവർകം ചെയ്ത് യോവാബിനെ കൊണ്ട് എണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ സന്ദർഭത്തിൽ ദാവീദ് പിശാചിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. അനേക വാക്കുകൾ നമുക്ക് അനേക ശബ്ദങ്ങൾ നമ്മളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. സാഹചര്യത്തിൻ്റെ ശബ്ദം, പിശാചിൻ്റെ ശബ്ദം. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് അടുത്തൊരു ഉദാഹരണം നമുക്ക് കാണാം. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചുപോയി. നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 2 സെയ്യാ യവവും ശെക്കേലിന് 1 സെയ്യാ ഗോതമ്പ് മാവ് വിൽക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. റെഫറൻസ് എൻ്റെ ഇല്ല. വിൽക്കുവാൻ ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ വാക്കുപോലെ സംഭവിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതിനവൻ, നീ കണ്ടുകൊണ്ട് നീ അത് കാണും, എന്നാൽ നീ അതിൽ തിന്നുകയില്ല എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അവൻ മരിച്ചുപോയി. നമുക്കിതിൻ്റെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അതിലോട്ട് ഡീറ്റെയിൽഡായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു ക്ഷാമം ഇസ്രായേൽ. ആ ക്ഷാമത്തിൻ്റെ നടുവിൽ ഒരു കർത്താവ് തൻ്റെ പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്, നാളെ ഒരു വലിയ സമൃദ്ധി ഉണ്ടാവും. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കാരണം സമൃദ്ധി എത്ര അബണ്ടൻസ് ആകുമ്പോൾ വില അത്രയും കുറഞ്ഞ് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും എന്നാണ് കർത്താവിൻ്റെ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തു. അപ്പം ഇത് കേട്ടപ്പോൾ ഈ അകമ്പടി നായകൻ പറഞ്ഞു, യഹോവ കിളിവാതിലുകൾ തുറന്നാലും അത് സംഭവിക്കുമോ? അപ്പം ദൈവപുരുഷൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നീ അത് കാണും, പക്ഷെ നീ അനുഭവിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്?
അകമ്പടി നായകൻ സംഭവിച്ചതെന്താണ്? അകമ്പടി നായകൻ കർത്താവിൻ്റെ വാക്കിനെ മാറ്റി നിർത്തി കേട്ടത് സാഹചര്യത്തിൻ്റെ വാക്കിനെ കേട്ടു കൈക്കൊണ്ടു. അകമ്പടി നായകന് കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് കൈക്കൊള്ളാമായിരുന്നു. പക്ഷെ കർത്താവ് തൻ്റെ പ്രവാചകനിലൂടെ ഒരു അത്ഭുതമായൊരു ദൂത് അറിയിച്ചപ്പോൾ അത് മാറ്റി നിർത്തി ഈ അകമ്പടി നായകൻ സാഹചര്യം തന്നോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അതുകൊണ്ട് എന്തു വേണ്ടി പുള്ളി അസമൃദ്ധി കണ്ടു, പക്ഷെ അതിൽ നിന്ന് അനുഭവിച്ചില്ല. സാഹചര്യം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാം, പിശാച് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് ഇന്ന് പറയുന്നു, നീ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. സാഹചര്യം പറയുന്ന മാറ്റി നിർത്തി, പിശാച് പറയുന്ന മാറ്റി നിർത്തി കർത്താവ് നമ്മളോട് പറയുന്ന ഇതാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. ദൈവവചനം എന്ത് പറയുന്നു? കർത്താവിൻ്റെ ആലോചന എന്ത്? ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് പറയുന്നു എന്നുള്ള വാക്കുകൾ നാം ശ്രദ്ധയോടെ കേൾക്കുക. സാഹചര്യം പറയുന്നത് മാറ്റി നിർത്തും, പിശാച് പറയുന്നത് മാറ്റി നിർത്തും. കർത്താവ് നമ്മളോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. ഇത്രയും നമ്മൾ കുറേ നെഗറ്റീവ് എക്സാമ്പിൾസ് കണ്ടു. മനുഷ്യൻ പിശാചിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട നെഗറ്റീവ് എക്സാമ്പിൾസ് കണ്ടു. സാഹചര്യത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എക്സാമ്പിൾസ് കണ്ടു. ഇനി നമുക്കൊരു പോസിറ്റീവ് എക്സാമ്പിളോട്ട് വരാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവ് അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി പാപവഴിക നമ്മളോട് നമുക്ക് അനുഭവിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളും ഓവർകം ചെയ്താണ് ജീവിച്ചത്. ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അപ്പം ഇവിടെ ഒരു പിശാച് വളരെ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്യുകയാണ്. പിശാച് പത്രോസിലൂടെ ഒരു ഹ്യൂമൻ സിമ്പതിയുടെ രൂപത്തിൽ കർത്താവിൻ്റെ പദ്ധതിക്ക് വിരോധമായി സംസാരിച്ചു തുടങ്ങി. ഹ്യൂമനെ നോക്കുവാണെങ്കിൽ ശരിയാണ്, അയ്യോ കർത്താവെ, നീ ഇങ്ങനെ ക്രൂശിക്കപ്പെടുമെന്ന് പറയാം. പക്ഷേ കർത്താവിൻ്റെ പദ്ധതിക്ക് വിരോധമായ ഒരു ഹ്യൂമൻ സിമ്പതിയുടെ രീതിയിൽ അതിൻ്റെ മറവിൽ നിന്ന് പിശാച് സംസാരിച്ചു. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിശാചിൻ്റെ വാക്കിനെ ശാസിച്ച് അത് കേൾക്കാതെ കർത്താവിൻ്റെ പദ്ധതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. ആ പിശാച് ഹ്യൂമൻ സിമ്പതി വന്നപ്പോൾ അത് മാറ്റി നിർത്തി യേശു കർത്താവ് ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഫോക്കസ് ചെയ്തു. ഇന്നും നമ്മളോട് കർത്താവ് എന്ന് പറയുന്ന ഇതാണ്, സാഹചര്യത്തിൻ്റെ വാക്കോ പിശാചിൻ്റെ വാക്കോ ദൈവിക പദ്ധതിക്ക് വിരോധമായി പൊങ്ങുന്ന പിശാചിൻ്റെ വാക്കോ അല്ല നാം കേൾക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ വാക്ക് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. നാം എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളി. സാഹചര്യത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം, പിശാചിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈ കേസിൽ ദൈവിക പദ്ധതിക്ക് വിരോധമായ ഒരു ഹ്യൂമൻ സിമ്പതിയുടെ രീതിയിൽ വന്ന പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി നമുക്ക് ദൈവമായ യഹോവയുടെ വാക്ക് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കുക. സ്തോത്രം. ഇനിയും അതുപോലെ തന്നെ വേറൊരു പോസിറ്റീവ് എക്സാമ്പിൾ നോക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ.
എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തുവന്ന് അടുത്തുവന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ദമശ്കേക്കിലെ നദികളായ അബാലയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ നിന്നോട് പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാൻ നിന്നോട് കൽപ്പിച്ചാൽ നീ എത്രയധികം എന്ന് പറയും. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ പാലിൻ്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. ഇതിൻ്റെ കോൺടെക്സ്റ്റിലോട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നാമാൻ ഒരു വലിയ സിറിയൻ മിലിറ്ററി കമാൻഡർ ആയിരുന്നു. പുള്ളിയുടെ വീട്ടിൽ ഒരു കൊച്ചു ബാലിക, ഇസ്രായേലിയ ബാലിക പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠത്തിന് സൗഖ്യമായിട്ട് ഇസ്രായേലിൻ്റെ പ്രവാചകനായ എലീശയുടെ അടുത്ത് പോയാൽ മതി. എലീശയെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു വലിയ റെസ്പെക്റ്റബിൾ മിലിറ്ററി പൊസിഷനിൽ ആളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളുണ്ടായിരുന്നു. എലീശ വന്ന് ഇങ്ങനെ വന്ന് കൈവൊക്കി സൗഖ്യമാക്കുമെന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. എലീശ വന്നുമില്ല, ആളയച്ച് ഈ നദിയെ മുങ്ങാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ആയിരുന്നില്ല. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യം പറയുന്ന വാക്ക്, അഥവാ അദ്ദേഹത്തിൻ്റെ മുൻവിധി അനുസരിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കാമായിരുന്നു. പക്ഷേ ജനം കൂടെയുള്ള അസിസ്റ്റൻസ് പറഞ്ഞനുസരിച്ച് സാഹചര്യം പറഞ്ഞ വാക്ക് നമ്മുടെ മുൻവിധിയാലുള്ള അതിൽ നിന്ന് വന്ന വാക്കുകൾ മാറ്റി നിർത്തി അദ്ദേഹം കർത്താവിൻ്റെ വാക്ക് കേട്ടു. തൻ്റെ പ്രവാചകനിലൂടെ അറിയിച്ച വാക്കുകൾ കേട്ടു. അതുകൊണ്ട് വലിയൊരു വിടുതൽ ഈ ജാതീയനായ മനുഷ്യൻ പ്രാപിക്കാനിടയായിത്തീർന്നു. സാഹചര്യത്തിൻ്റെ വാക്ക് അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അല്ലെങ്കിൽ തൻ്റെ മുൻവിധിയിൽ നിന്ന് തൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്, തൻ്റെ ഒരു പ്രീകൺസീവ്ഡ് നോഷൻ, തൻ്റെ അകത്തുള്ള ഒരു മുൻവിധിയിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. എല്ലാം മാറ്റി നിർത്തി അദ്ദേഹം കർത്താവ് തൻ്റെ ഈ പ്രവാചകനിലൂടെ അറിയിച്ച വാക്ക് കേട്ടു. ജാതീയനായ മനുഷ്യൻ വലിയൊരു രോഗസൗഖ്യം പ്രാപിക്കാനിടയായിത്തീർന്നു. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുക, എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നാം എന്ത് കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളിൻ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. സാഹചര്യങ്ങളോ പറയുന്നതോ പിശാച് പറയുന്നതോ നമ്മുടെ മുൻവിധിയിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ല. കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു? കർത്താവിൻ്റെ ആലോചന എന്ത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു പോസിറ്റീവ് എക്സാമ്പിൾ കൂടെ നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തൊരു മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ ഒന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് പറയുന്നതിൽ വളരെ ലോജിക്കുണ്ട്. അവർ രാത്രി മുഴുവനും വലയിറക്കി ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വലയിട്ടാൽ എങ്ങനെ കിട്ടും? മീൻ ഉണ്ടായിരുന്നെങ്കിൽ മീൻ നേരത്തെ വരേണ്ടതല്ലായിരുന്നു. ലോകപ്രകാരം ഭോഷത്വം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വലയിട്ടാൽ ആര് എങ്ങനെ സംഭവിക്കും? ലോകപ്രകാരം ഭോഷത്വം. പക്ഷേ ശീമോൻ പത്രോസ് ക്ലിയറായിട്ട് പറയുന്നു,
ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. സാഹചര്യം ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അതിനെ മാറ്റി നിർത്തി അതിലും അപ്പുറമായ കർത്താവിൻ്റെ വാക്ക് ശീമോൻ പത്രോസ് ശ്രദ്ധയോടെ കേട്ടു. അതുകൊണ്ട് വലിയൊരു അത്ഭുതം പ്രാപിച്ചു. ഇൻഫാക്ട് ഒരു മീൻ കിട്ടുന്നതോ പെരുത്ത മീൻ കൂട്ട് ഒരു ഭൗതിക നന്മയിലും ഉപരിയായിട്ട് അത് കഴിഞ്ഞപ്പോൾ ശീമോൻ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ പാപിയാണെന്ന്. വലിയൊരു പാപബോധം ശീമോൻ പത്രോസിൽ വന്നു. കർത്താവിൻ്റെ വലിയൊരു ശിഷ്യനായി മാറി തീരുവാനിടയായിത്തീർന്നു. കറക്റ്റായിട്ട് ശീമോൻ പത്രോസ് പറയും, സാഹചര്യം ഒരു വാക്ക് പറയുന്നുണ്ട്, പക്ഷെ അത് മാറ്റി നിർത്തി ഞാൻ കർത്താവെ അങ്ങയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അതിന് വലയിറക്കാം. ഇതാണ് കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ള. സാഹചര്യം പറയുന്നത് മാറ്റി നിർത്തുക, പിശാച് പറയുന്നത് മാറ്റി നിർത്തുക. നിന്റെ ദൈവം നിന്റെ മുൻവിധി എന്ന് പറയുന്ന ശബ്ദങ്ങൾ നീ കേൾക്കണ്ട, അത് മാറ്റി നിർത്തുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നമ്മുടെ കുറിവാക്ക് ഇതായിരുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളേ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളേ. ഇത്രയും നമ്മൾ കണ്ടു. നമ്മൾ അനേക എക്സാമ്പിൾസ് കണ്ടു. മനുഷ്യൻ പിശാചിൻ്റെ വാക്ക് കേട്ടതും, മനുഷ്യൻ സാഹചര്യത്തിൻ്റെ വാക്ക് കേട്ടതും, മനുഷ്യൻ കർത്താവിൻ്റെ വാക്ക് കേട്ടതും എല്ലാം കണ്ടു. പക്ഷെ ഇനി നമുക്ക് കാണാൻ പോകുന്ന വേറൊരുദാഹരണം ഇതാണ്. മനുഷ്യൻ കർത്താവിൻ്റെ വാക്ക് കേട്ടു, പക്ഷെ അത് കേൾക്കേണ്ടതുപോലെ കേട്ടില്ല. നമുക്കൊരു ഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവൻ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. ഓ പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിലെ ജനങ്ങൾ യേശു കർത്താവിൻ്റെ കാലത്ത് അവർ വളരെയധികം കർത്താവിൻ്റെ വചനം കേട്ടു. വേറെ ആരുടെയല്ല, അവർ പിശാചിൻ്റെ വചനമോ സാഹചര്യത്തിൻ്റെ വാക്കുകളോ അല്ല കേട്ടു. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വചനം അവർക്ക് കേൾക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടി. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഉപമകളാൽ കർത്താവോട് സംസാരിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഉപമകളാൽ അവർ കേട്ടു. ഈ 10-ാം അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവൻ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. കുറച്ച് പേർ മാത്രമേ കേട്ടിട്ട് മനസ്സിലാകാത്തപ്പോൾ എന്താണെന്ന് ചോദിച്ചു വന്നുള്ളൂ. വേറെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് പേരെ ശ്രദ്ധയോടെ വാഞ്ചയോടെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടുള്ളൂ. ഇസ്രായേലിൽ കേട്ട വേറൊന്നുമല്ല, വചനം ജഡമായിത്തീർന്ന ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന ദൈവവചനം. എനിക്കൊന്നും അതിലപ്പുറമായിട്ടൊന്നുമില്ല. പക്ഷെ അവർ ശ്രദ്ധയോടെ കേട്ടില്ല. അവരൊരു ചെവി കൂടെ വചനം കേട്ടു, മറ്റേ ചെവി കൂടെ പോയി. അതുകൊണ്ട് വേണ്ടി ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. അതിൻ്റെ ഫലം അവർ കണ്ടില്ല. ദൈവവചനം തന്നെ കേട്ടു, പക്ഷെ അതിൽ വളരെ ഉപമകളാൽ കേട്ടു. പക്ഷെ അവർക്കതൊന്നും ബോധരേഷനില്ല. കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം അറിയണമെന്നും വെച്ച് കർത്താവിൻ്റെ അടുത്ത് വന്നുള്ളൂ. വന്നവർ ആ അർത്ഥം അറിഞ്ഞു കർത്താവിൽ വളർന്നു. അല്ലാതെ ഇരുന്നവരോ കേട്ടോണ്ടേയിരുന്നു. ഒരു ചെവി കൂടെ പോയി, മറ്റേ ചെവി കൂടെ പോയി. അവർ ദൈവവചനം കേട്ടെങ്കിലും അവർ കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടില്ല. അവർ ദൈവവചനം കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ വാഞ്ചയോടെ കേട്ടില്ല. അതുകൊണ്ട് ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല. ഇതേ ജനം തന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ആഹ്വാനം നടത്തുകയും ചെയ്തു. നമ്മൾ കർത്താവിൻ്റെ വാക്ക് നാം ശ്രദ്ധയോടെ കേൾക്കുക. ഇവർക്കതൊന്നും ബോധരേഷനുണ്ടായിരുന്നു. അവർ കേട്ടുകൊണ്ടേയിരുന്നു.
അവർക്കറിയണമെന്നുമില്ല, ശ്രദ്ധയോടെ കേട്ടില്ല, വാഞ്ചയോടെ കേട്ടില്ല. ഈ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. നമുക്കങ്ങനെ വേണ്ട. നമുക്ക് കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സാഹചര്യം പറയുന്ന മാറ്റി നിർത്തി, മുൻവിധികളാൽ വരുന്ന വാക്കുകൾ മാറ്റി നിർത്തി, പിശാച് പറയുന്ന വാക്കുകൾ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാം. ഇസ്രായേലിനെ പോലെ ഒരു ചെവി കയറ്റി മറ്റേ ചെവി കൂടെ കളയാനല്ല, കർത്താവിൻ്റെ വാക്ക് വാഞ്ചയോടെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവസാനമായിട്ട് നമുക്കൊരു പോസിറ്റീവ് എക്സാമ്പിൾ നമുക്ക് കാണാം. ശരിക്കും ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട ഒരു പോസിറ്റീവ് എക്സാമ്പിൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചോ. പ്രേസ്തലോ. ബെറിയ എന്ന സ്ഥലത്തിലെ വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. അവരും കർത്താവിൻ്റെ വചനം കേട്ടു. പൗലോസും എനിക്കറിയത്തില്ല, ശീലാസാണോ ഭർണവാസാണോ, അവർ പറഞ്ഞ ദൈവവചനം അവർ കേട്ടു. പക്ഷെ അവർ കേട്ടതുകൊണ്ട് നിർത്തിയില്ല. കേട്ട് ജസ്റ്റ് ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോയില്ല. അവർ ദൈവവചനം ശ്രദ്ധയോടെ വാഞ്ചയോടെ കേട്ടു. അതുകൊണ്ട് തീർന്നില്ല. അത് ശരിയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തിരുവെഴുത്തുകളെ സെർച്ച് ചെയ്തു. അതും ചെയ്തു. അതിനാൽ അവർ കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. ഇൻഫാക്ട് അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. Therefore many of them believed along with a number of prominent Greek women and men. കർത്താവിൻ്റെ വചനോടുണ്ടായിരുന്നു. ഇസ്രായേലിൽ ശ്രദ്ധയോടെ കേട്ടില്ല. കേട്ട് അവർക്കിതൊന്നും അറിയണ്ട എന്നുള്ള രീതിയിൽ ശ്രദ്ധയില്ലാതെ വാഞ്ചയില്ലാതെ കേട്ടു. ആ വചനം അവരിൽ ക്രിയ ചെയ്തില്ല. എന്നാൽ ബെറിയ വിശ്വാസികളോ ശ്രദ്ധയോടെ വാഞ്ചയോടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവവചനങ്ങൾ കേട്ടു. അതുകൊണ്ട് അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ആ വചനം അവരിൽ ക്രിയ ചെയ്തു. അവരിൽ അനേക കർത്താവിനെ അറിയാൻ ഇടയായിത്തീർന്നു. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കാം. പിശാചിൻ്റെ വാക്ക് മാറ്റി നിർത്തി, സാഹചര്യം പറയുന്ന വാക്കുകൾ മാറ്റി നിർത്തി, നമ്മുടെ മുൻവിധി എന്ന് പറയുന്ന വാക്കുകൾ മാറ്റി നിർത്തി, ഒരു ഹ്യൂമൻ സിമ്പതിയുടെ രൂപത്തിൽ പിശാച് പറയുന്ന വാക്കുകൾ മാറ്റി നിർത്തി ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കാം. നാം എന്ത് കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളി, നാം എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളി. കർത്താവ് നമ്മളോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കാം. ഇസ്രായേലിൽ ദൈവവചനം കേട്ടു, പക്ഷെ അവരിലത് ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അവർക്കിതൊന്നും ബോധരക്ഷണില്ല. ചുമ്മാ ഇരുന്ന് കേട്ടോണ്ടേയില്ല. അറിയണമെന്നും ആഗ്രഹമില്ല. ശ്രദ്ധയോടെയല്ല വാഞ്ചയോടെയല്ല അവർ കേട്ടത്. അതുകൊണ്ട് അവർ ഗുണം ചെയ്തില്ല. പക്ഷെ നാം കണ്ടു, ബെറിയയിലെ വിശ്വാസികൾ ശ്രദ്ധയോടെ വാഞ്ചയോടെ കേട്ട് തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അതുകൊണ്ട് ആ വചനം അവരിൽ ക്രിയ ചെയ്തു. ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കുന്ന ഒരു കാര്യമുള്ളൂ: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. സാഹചര്യം പറയുന്ന നീ കേൾക്കണ്ട, പിശാച് പറയുന്ന കേൾക്കണ്ട. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്ക്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നലെ സമയത്തിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്തിരിക്കുക സ്തുതിക്കുക. അങ്ങയുടെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചങ്ങളുടെ വചനം ക്രിയ ചെയ്ത് അതിൻ്റെ ഫലം നമ്മൾ കാണുന്നതിനെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ സാഹചര്യം പറയുന്ന കേൾക്കുന്നു, പിശാച് പറയുന്ന കേൾക്കുന്നു. അത് അങ്ങയുടെ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നില്ല. അത് മാറ്റി നിർത്തി അങ്ങയുടെ വചനം, അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥി. ആ വചനം നമ്മൾ ക്രിയ ചെയ്യട്ടെ. ആ വചനം നമ്മൾ അധികം ഫലം തരട്ടെ. കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് മുന്നോട്ട് പോകാൻ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാണ് പ്രാർത്ഥി.
നിങ്ങളുടെ വചനം ക്രിയ ചെയ്തിരിക്കാൻ സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.